Hi all, welcome to Stay Wow. ഇന്ന് സ്റ്റുഡൻസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മാസം, അതായത് ഈ 3 മാസങ്ങൾ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്പോൾ ഈ ഒരു 3 മാസത്തിൽ എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ടെൻഷനായിരിക്കും. എന്താ കാരണം? എക്സാംസ് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മോഡൽ എക്സാംസ്, അതേപോലെ നമ്മുടെ പബ്ലിക് എക്സാംസ്, ഇങ്ങനെ ഫുൾ എക്സാംസാണ്. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പോർഷൻസ് കഴിയാണ്ട് വരുമ്പോൾ അവർ പെട്ടെന്ന് എടുക്കും. ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർക്ക് പഠിക്കാൻ ടൈം കിട്ടാതെയാവും. സോ ഭയങ്കര ടെൻഷനാണ്. ഒരു എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരുപാട് ചാപ്റ്റേഴ്സ് ഇനി കഴിയാനുണ്ട്. അപ്പം സ്റ്റുഡൻസ് അവരെന്നെ പറയും, എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് എടുത്തു പോയാൽ എങ്ങനെയാണ് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുക, വീട്ടിൽ ചെന്ന് പഠിക്കാനും ടൈമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ഈ എക്സാമിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, അത് എക്സാം എഴുതുന്ന ഏതൊരാൾക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. കാരണം ടെൻഷനാണ് എല്ലാവർക്കും പൊതുവേ. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചിലർക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരിക്കും. ചിലർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ആ ഒരു പ്രശ്നം ഉണ്ടാവും. ചില ആളുകളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഓർമ്മയിലൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ടെൻഷനാണ്. എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് പിന്നെ എക്സാം എഴുതുന്ന ടൈമിൽ ഒക്കെ മറന്നു പോകും, ആ ഒരു ടെൻഷൻ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതൊരു എക്സാമും ആയിക്കോട്ടെ, നമ്മൾ പോകുന്നതിന് മുൻപ് നമുക്കൊരു കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ എക്സാമിനെ കുറിച്ച്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ നമുക്ക് ഈ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് നമുക്ക് ഉണ്ടാവുന്ന എക്സാമിനെ കുറിച്ച് അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്, എന്തൊക്കെ പാറ്റേൺസിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതേപോലെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അതിനിപ്പം നെറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് നമ്മുടെ സീനിയേഴ്സിനോടോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് ഭയങ്കര സ്ട്രോങ് ആക്കുക. അതായത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിങ്ങനെ വെറും ഓരോ കാര്യങ്ങൾ, ഓരോ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും ആ ഓരോ ചാപ്റ്ററിലും. അപ്പം അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അത് ഓർമ്മയിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് എടുത്തുകൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ എഴുതാനിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ഒഴിവാക്കുക. ബൈ ഹാർട്ട് ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. വേറൊരു കാര്യമാണ്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്ക് നമ്മുടെ അടുത്ത് വെക്കുക. അതായത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എക്സാം ഹാളിലൊക്കെ പോകുന്നതിന് മുൻപ്, ചില ആളുകൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെ പറയും പൊതുവേ, എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപ് നിങ്ങളിങ്ങനെ എല്ലാം കൂടെ അങ്ങനെ നോക്കരുത്, പഠിക്കരുത് എന്നൊക്കെ. കാരണം അപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മ നിൽക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായത് വരില്ല. അതല്ലാത്ത ആളുകളുണ്ടായിരിക്കും എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കണം എന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇത് പറ്റും. നമ്മളിങ്ങനെ ചെറിയ ഓരോ പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. അതായത് ചിലപ്പം ഓരോ ഇക്വേഷൻസ് ആവാം, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആവാം, അല്ലെങ്കിൽ ലോസ്, ഇങ്ങനെ പലതും ആവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഹാളിൽ കയറുന്നതിന് മുൻപോ അല്ലെങ്കിൽ നമുക്കിനി പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കാനിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത മറ്റ് കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഓർമ്മ വരും. സോ എക്സാം ടൈമിൽ ഈ എൻറ്റയർ ബുക്ക് മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഓൾറെഡി പഠിച്ചു വെച്ചതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ പോയിന്റ്സ് നിങ്ങളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമാണ്, അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ ആ ഒരു പാറ്റേണിനെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണമെന്ന്. അതായത് ഇപ്പം ഓരോ ചാപ്റ്ററിനും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതേപോലെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, കൂടുതൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്, ഇതൊക്കെ നോക്കി വെക്കുക. അതായത് ഇതൊക്കെ അറിയാൻ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ അറിയാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇത്രയും കാലം ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് എക്സാമിനെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ധാരണയുണ്ട് എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടെൻഷൻ അത് നമുക്ക് വല്ലാണ്ട് ഉണ്ടാവില്ല, വളരെ കൂളായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. നാലാമതുള്ളൊരു കാര്യം, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ എന്നുള്ളത്. അതായത് സാധാരണ പൊതുവേ എന്താ ചെയ്യുക, നമുക്ക് എക്സാം ഡേറ്റ് കിട്ടണം, എന്നാലേ നമുക്ക് ആ ഒരു
ആ ഒരു ചൂട് നമുക്ക് വരുള്ളൂ പഠിക്കാനുള്ള. കാരണം നമ്മൾ ജൂൺ മുതൽ ക്ലാസ്സൊക്കെ തുടങ്ങി പിന്നീട് ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴാണ് ഈ എക്സാംസ് എല്ലാവരും പറഞ്ഞു കേൾക്കും. വീട്ടിൽ നിന്നായാലും പറയും, സ്കൂളിൽ നിന്നായാലും പറയും, കോളേജിൽ നിന്ന് എവിടെ നിന്നായാലും പറയും. ആളുകളൊക്കെ ചോദിക്കും എക്സാം ആയില്ലേ, പഠിക്കാൻ തുടങ്ങിയോ, റിവിഷൻ ആയോ എന്നൊക്കെ. പക്ഷെ ആർക്കൊന്നും ആയിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. നമുക്ക് തന്നെയാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ വീക്കിലും ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വീക്കെൻഡിൽ നമ്മൾ ആ വീക്കിലെടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തുക. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം ഉണ്ടാവുക. കാരണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ അത് സ്റ്റോർഡ് ആവും. അതവിടെ നിൽക്കും, അതങ്ങ് പിന്നെ അങ്ങ് പോവില്ല. അതായത് ഇപ്പം നമ്മൾ പഠിച്ചതല്ലേ, ഇപ്പോൾ ഒരു വീക്കിൽ കഴിഞ്ഞു, ആ ഒരു വീക്കെൻഡിൽ നമ്മളൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചതല്ലേ, ഇനിയിപ്പോൾ പ്രശ്നമില്ല, അത് ഓർമ്മ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ പീരിയോഡിക്കലായിട്ടുള്ളൊരു റിവിഷൻ നടത്തണം. എന്നാലേ നമുക്കത് നമ്മുടെ മനസ്സിൽ അവിടെ നിൽക്കുകയുള്ളൂ. അങ്ങനെ അവസാന നിമിഷത്തിൽ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒന്നും നിൽക്കില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് എല്ലാം കൂടെ നോക്കുമ്പോൾ ചാപ്റ്റേഴ്സ് കഴിയില്ല, പിന്നെ ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ മൈൻഡിൽ ചിലപ്പം മാറിപ്പോവും, നമ്മൾ എഴുതുന്നതൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അവസാനത്തേക്ക് വെക്കാതെ ഇങ്ങനെ ഓരോ വീക്കിലും, അത് ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇനിയെങ്കിലും. അതായത് ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കും, അങ്ങനെയൊക്കെ ഓരോ ദിവസം ഞാൻ ഇത് കവർ ചെയ്യും, ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ്. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. അതായത് ഏത് ടൈപ്പ് എക്സാം ആയാലും അതിൻ്റെ ആ ഒരു ശരിക്കും നമ്മളുടെ എക്സാം നടത്തുന്ന രീതിയിൽ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനും എത്ര ടൈമാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് നല്ല വ്യക്തമായിട്ട്, അതായത് എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ആ ഒരു മോക്ക് ടെസ്റ്റിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇനി CBSE എക്സാംസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു പാറ്റേണിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അവരിങ്ങനെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവരുടെ വെബ്സൈറ്റിലുണ്ടാവും, CBSEയുടെ വെബ്സൈറ്റിലൊക്കെ. അപ്പോൾ അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഏത് എക്സാം ആണോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ നമുക്ക് നോക്കിയാൽ കിട്ടും. അപ്പോൾ ശരിക്കും നമ്മളൊരു എക്സാം എഴുതുന്ന പോലെ എത്ര ടൈമാണോ അത്ര തന്നെയായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അതായത് വേറെ ഇപ്പം നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ എഴുതുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് വീട്ടിൽ നിന്നും ആവാം അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ആവാം. ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈമിന് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അതായത് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കഴിഞ്ഞു പോവുക, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ കുറച്ച് കൂട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല കിട്ടുക, ഒരുപാട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാടെണ്ണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് അങ്ങ് കൂടി വന്നോളും. അതുകൊണ്ട് ഇനി ഈ ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അതൊക്കെ നിങ്ങളങ്ങ് മാറ്റി വെക്കുക. എക്സാംസ് അല്ലേ, അത് നമുക്ക് നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ ഒരു ധാരണ നിങ്ങൾ മനസ്സിലുണ്ടാക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ആ ഒരു പാറ്റേൺ എങ്ങനെയൊക്കെയാണ് വരിക, അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു വെച്ചാൽ തന്നെ ഇതൊക്കെ അതേപോലെ ഓരോ മാർക്കിനും എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ അങ്ങനെ 5 മാർക്കിൻ്റെ എസ്സേ, ഇതൊക്കെ നമ്മൾ എത്ര മാർക്കിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞു മോക്ക് ടെസ്റ്റ് അത് ചെയ്താൽ തന്നെ എല്ലാം ഓക്കെ ആവും. കാരണം നമ്മൾ കുറേ എക്സാംസ് എഴുതിയൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ മറ്റേ എക്സാം നമുക്ക് അത്ര വലിയ ടെൻഷനോ അത്ര വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എല്ലാവരും ഇനിയുള്ള എക്സാംസൊക്കെ വളരെ അടിപൊളിയായിട്ട് എഴുതുക. സോ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് മീ ഷോണ. ബൈ.